സന്ധ്യാവേള കുതിര 4 ചട്ടവും ഒരുപോലെ അതേപോലെ കൈത്തലങ്ങളിലൂടെ വെച്ച് ആ ഒലയ്ക്ക് 4 മുറി ചട്ടവും ഒലയ്ക്ക് നമുക്ക് അടുത്ത വർഷം മാത്രമേ ഉള്ളൂ അത്തം തിരുനാളിൽ നെടുംകുതിരയെടുപ്പ്. കുതിര അവിടെ നിർത്തി ഒലയ്ക്ക് ഭഗവാന്റെ മുന്നിൽ ദർശന പ്രാധാന്യവുമായി കുതിര ഒലയ്ക്കാൻ തുടങ്ങുക. നല്ല മനോഹരമായി കൈത്തലങ്ങൾ അങ്ങനെ എറിഞ്ഞു പിടിക്കണം. അതേപോലെ കൊണ്ട് കൈത്തലങ്ങൾ എറിഞ്ഞു പിടിച്ച് വളരെ മനോഹരമായ രീതിയിൽ കുതിര ഇങ്ങനെ എറിഞ്ഞു പിടിച്ച് ഇനി തോളിൽ വെച്ച് കുതിര മുന്നോട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ യഥാർത്ഥത്തിൽ 4 വർഷം കൂടി നിൽക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ ആ ഭഗവാന്റെ ഒരു ചിന്ത, ആ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ശക്തി നമുക്കുണ്ടായിട്ടാണ് ഈ കുതിര ഇതുപോലെ പുഷ്പം മാതിരി ഇവിടെ കിടന്നിങ്ങനെ നമ്മളിവിടെ എല്ലാ കുതിരയെടുപ്പ് കാണുന്നു. ഇത്ര ലാഘവത്തോടുകൂടി അനായാസേന ഒരു നെടുംകുതിര, ഇത്രയും വലിയൊരു നെടുംകുതിര നമ്മുടെ കൈത്തലങ്ങളിൽ കിടന്നങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭൂതനാഥന്റെ ശക്തി അല്ലാതെ പിന്നെന്തോന്നാണ്. ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാൻ തന്നിരിക്കുന്ന ശക്തി, അതാണ് ഭഗവാന്റെ ചൈതന്യമായി ആ ക്ഷേത്രമുറ്റത്ത് ദൃഢമാകുന്നത്. ഭഗവാന്റെ ചൈതന്യവുമായി ബന്ധപ്പെട്ട് ആ നെടുംകുതിര 4 ചട്ടവും ഒരുപോലെ കൈത്തലങ്ങൾ അങ്ങനെ ഉയർത്തി നിർത്തി കുതിരപ്പന്തിയിലേക്ക് ആനയിക്കേണ്ടതാണ്. നമ്മുടെ ഒരുമ, നമ്മുടെ സന്ദേശം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സൗഹൃദം, നമ്മുടെ സ്നേഹബന്ധം, ഇതാണ് ഇവിടെ നിഴലിക്കുന്ന അത്തം തിരുനാളിന്റെ ഈ സന്ധ്യാവേള. ദേശം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ആ ഭൂതനാഥന്റെ വാഹനം ഒരു യന്ത്രശക്തിയാൽ സഞ്ചരിക്കുന്ന അത്യപൂർവമായ കാഴ്ച. ഇത് നമുക്ക് മാത്രം, ചാത്തന്നൂരിന്റെ മാത്രം സ്വന്തം. ഇതിനെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി ദേശത്തെ ശ്രീ ഭൂതനാഥന്റെ തിരുനാൾ മഹോത്സവത്തിന്റെ നെടുംകുതിരയെടുപ്പ് ക്ഷേത്രത്തിന്റെ കുതിരമൂട്ടിലേക്ക് നമ്മുടെ കുതിരപ്പന്തയിലേക്ക് കുതിര ആനയിക്കുന്ന സന്ധ്യാവേള. കുതിര നമ്മുടെ ക്ഷേത്ര, അതായത് 3 വലത്ത് ഇത്രയും വലിയ ഒരു നെടുംകുതിര ഒരു പുഷ്പം പോലെ കൈത്തലങ്ങളിലേന്തി ഭഗവാന്റെ ക്ഷേത്രത്തിന് 3 ചുറ്റ് വലം വെച്ച് ഭഗവാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ കുതിരപ്പന്തി എന്ന് പറയുന്ന നമ്മുടെ മേലോട്ട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുതിരപ്പന്തിയിൽ കുതിര ഇറക്കി വെക്കാനുള്ള ആ ഒരു സമയത്തേക്ക് അടുക്കുകയാണ് ഇപ്പോൾ. കുതിര അവിടെ ഇറക്കി വെക്കുന്ന സമയത്ത് ഭഗവാന്റെ ആഗ്രഹം സഫലമാക്കിയതിന്റെ മംഗളകരമായ പരിസമാപ്തിക്കായി നമ്മുടെ അമ്മമാര്, ആ ഭാഗത്തൊക്കെ നിൽക്കുന്ന അമ്മമാരെല്ലാം ഭഗവാനെ ഏറെ ഇഷ്ടമുള്ള ഒരു മത്സരം നടത്തി ഭഗവാന്റെ ആ നെടുംകുതിര ആ ഭഗവാന്റെ ഭൂമിയിലേക്ക് കിഴക്കോട്ട് മുഖദർശനമായി ഇറക്കി വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് അല്പം കൂടി കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ കുതിര നമ്മുടെ തെക്ക് വശത്തെ ചട്ടം രണ്ടും ഉയർത്തി ആ കുതിര മുന്നോട്ട് നമ്മുടെ ഈ ഒരു ചട്ടവും നമുക്ക് മരുന്ന് അടുത്ത് വെക്കുന്ന ഒരു സ്വഭാവത്തിലല്ല. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഭൂമിയുടെ ഒരെണ്ണം വെച്ചാൽ ചട്ടം ഉയർത്തി അതിന് മുന്നോട്ട് പോകാൻ ഏറ്റവും പര്യാപ്തമായ കാര്യം ഉയർന്നു നിൽക്കുന്ന ചട്ടം അല്പം താത്തുണ്ട്. അങ്ങനെ കുതിര മണിക്കാൻ നമുക്ക് പറ്റിയ ഒരു കുതിരയെടുപ്പല്ല. അത് ചാത്തന്നൂരിന്റെ മറ്റേ കുതിരയെടുപ്പറ്റിക്കാരിൽ കുതിര കളിക്കുന്നത് അത് നമുക്ക് ചാത്തന്നൂരിന് മറ്റേ കുതിരയെടുപ്പല്ല. ശ്രീ ഭൂതനാഥന്റെ മക്കൾ അത് ഒരിക്കലും ചെയ്യരുത്. കുറ്റി
ശക്തി ഭഗവാൻ നിന്നുകൊണ്ട് അത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒറ്റക്കാലിൽ കുതിര പിടിച്ചലക്കരുത്, അത് നമ്മുടെ കുതിരയെടുപ്പിന്റെ പാരമ്പര്യമേ അല്ല. അതുകൊണ്ട് ആ ഉയർന്നു നിൽക്കുന്ന ചട്ടം അല്പം താത്തു കൊടുത്ത് താഴ്ന്ന ചട്ടം പൊക്കി കുതിരപ്പുറത്തിലേക്ക് നയിക്കുക. മത്സരമല്ല, ഇടമല്ല. അതുകൊണ്ട് ആ കുതിര അങ്ങനെ പയ്യ തോളിലേക്ക് ഇവർക്ക് ഇതൊക്കെയാ കുഴപ്പം. ഇനി അവര് പൊക്കാതിരുന്നാ പോകും. അവരില്ലല്ലോ അവിടെ ചെല്ലുമ്പോ ഓരോ സ്ഥിരം പണിയതാ. അവിടെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് അവര് പൊക്കുന്നത്. ആ സൈഡ് എവിടെയാ നമ്മളെ അണ്ണനൊക്കെ ഈ സൈഡ് തട്ടിത്തിരിച്ച് ആ നിമിഷം ആ കുതിരയുടെ മംഗളകരമായ പരിസമാപ്തിയുമായി ഈ സന്ധ്യാവേളയിൽ ശ്രീകൃഷ്ണപരത്തിന്റെ ആഗമനം ഈ ക്ഷേത്രമുറ്റത്തേക്ക് ഈ കുതിരയ്ക്ക് ചുറ്റും അത് വലം വെച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി കുതിരമൂട്ടിലേക്ക്, അതായത് കുതിരപ്പന്തിയിൽ കുതിര എത്തുകയാണ്. മംഗളകരമായ കുതിരയെടുപ്പ്, വളരെ ഗംഭീരമായ കുതിരയെടുപ്പ്. കുതിരപ്പന്തിയുടെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരേ മനസ്സോടുകൂടി 4 ചട്ടവും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ മുന്നോട്ട്, അതേപോലെ കുതിര മുന്നോട്ട് പോയി അല്പം കൂടി മുന്നോട്ട് പോകണം. അല്പം കൂടി കുതിര മുന്നോട്ട് പോയി അല്പം കൂടി, ഒരു ശകലം കൂടി മുന്നോട്ട് വരും. ഒരു പൊടിക്ക കൂടി മുമ്പോട്ട് പോയി അവിടെ നിൽക്കുന്ന അതേപോലെ അല്പം കൂടി മുന്നോട്ട് പോയിട്ട് ഇനി തട്ടിത്തിരിക്കും. മുൻവശത്തെ ചട്ടം രണ്ടും കിഴക്ക് ഭാഗത്തേക്ക് തട്ടിത്തിരിക്കണം. അതേപോലെ തട്ടിത്തിരിച്ച് കൃത്യമായി കിഴക്കോട്ട് ദർശനമായി കുതിരക്കണം. പടിഞ്ഞ കിഴക്കത്തെ മുൻവശത്തെ 2 മുറി ചട്ടം തട്ടിത്തിരിക്കുമ്പോൾ പിറകുവശത്തെ ചട്ടം വടക്ക് ഭാഗത്തേക്ക് തട്ടിത്തിരിച്ച് കുതിര കൃത്യമായി അതേപോലെ നിന്ന് കൈത്തലങ്ങളിൽ നിന്ന് തിരിഞ്ഞ് കുതിരപ്പന്തിയിലേക്ക് കുതിര എത്തി. ഇനി മുന്നോട്ട് കുതിര മുന്നോട്ട് വരരുത്. ആ കുതിരപ്പന്തിയുടെ ഭാഗം എത്തിച്ചേർന്നിരിക്കുന്നു. അല്പം കൂടി പുറമോട്ട് നീക്കി, അതേപോലെ പുറമോട്ട് നീക്കി പറയുന്നത് പോലെ തന്നെ നീങ്ങുന്ന ഭഗവാന്റെ ചൈതന്യം, അതാണ് ഭക്തന്മാരിലുള്ളത്. അല്പം കൂടി ഒരു ശകലം കൂടി നേരെയാക്കി കുതിര പൂർണ്ണമായി നേരെയാക്കി ആ കുതിരപ്പന്തിയിൽ കുതിര ഇറക്കി വെക്കുക. അന്നേരം അവിടെ നിൽക്കുന്ന അമ്മമാരൊക്കെ പുലിമ സമർപ്പിച്ച് ഭഗവാന്റെ സാന്നിധ്യം ഭക്തിപൂർവം അധ്യക്ഷത്തിൽ പുലിമ സമർപ്പണം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് കുതിരപ്പന്തിയിൽ കുതിര ഇറക്കി വെക്കാം. കമ്മിറ്റി അംഗങ്ങളുടെയും വോളണ്ടിയേഴ്സിന്റെയും ഒക്കെ തീരുമാനപ്രകാരം ഇനി ഇങ്ങോട്ടും ഒന്നും എടുത്ത് കുലയ്ക്കാതെയും ഒന്നും വേണ്ട. എല്ലാം മംഗളം, ഭഗവാൻ എല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിവിടെ നിൽക്കുന്ന ആയിരങ്ങളുടെ മുഖത്ത് കാണുന്ന ആ പുഞ്ചിരി, കുതിരയെടുപ്പുമായി ബന്ധപ്പെട്ട സന്തോഷം, അത് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതൊന്നും കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സിന്റെ ആ ഒരു സന്തോഷം നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രമുറ്റത്ത് നല്ല ഒരു കുതിരയെടുപ്പ് കാണാൻ നമുക്ക് കഴിയുന്നല്ലോ ശ്രീ ഭൂനാഥ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കുതിരപ്പന്തിയിൽ ഇറക്കുക. 4 മുറി ചട്ടവും ഇറക്കി വെക്കുക. അതേപോലെ 4 മുറി ചട്ടവും ഇറക്കി വെക്കുക. കുതിര 4 മുറി ചട്ടവും കുതിര ഇറക്കി വെച്ചു എന്നും